തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം LDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളതും മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി നാട്ടിലില്ലാത്തവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ തന്നെ കാരണം പാർട്ടിക്കകത്ത് നടക്കുന്ന അഴിമതിയും അതുപോലെ തന്നെ മാഫിയ ബന്ധവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവ്, നേരത്തെ ചില തെളിവുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു തെളിവ് കൂടി ഇന്ന് ഹാജരാക്കാം എന്ന നിലയിലാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കുകൾ പരിശോധിക്കുന്നതിന് ഓഡിറ്റർമാരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അവർ കണക്ക് പരിശോധിച്ച് പാർട്ടിക്ക് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടാണിത്. ഇതിൽ അവസാനം എല്ലാവരും 3 ഓഡിറ്റർമാരും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റർമാർ പറയുന്നത് പഴയ വൗച്ചറുകൾ ലഭിക്കാതെ ഈ കണക്ക് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു വരവ് ചെലവ് കണക്ക് അന്തിമമായി അവതരിപ്പിക്കുന്നത് വരെ വരവ് ചെലവ് കണക്കുകളും വൗച്ചറുകളും സൂക്ഷിക്കുക എന്നത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ ചുമതലയാണ്. അത് ഈ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ല എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി ഞാൻ ഇന്ന് പുറത്തു വിടുകയാണ്. ഇവരാവശ്യപ്പെടുന്ന ഏത് തെളിവും നൽകാൻ ഞാൻ സന്നദ്ധമാണ്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കളവായ ഒരു കാര്യം ആർക്കെങ്കിലും പറയാം, പക്ഷേ ഒരു പുസ്തക രൂപത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല. പുസ്തകം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. എല്ലാ കാലത്തും ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ് പുസ്തകമെന്നത്. ആ പുസ്തകത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കളവാണ് എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. കാരണം ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത M. സ്വരാജ് എന്നെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ. ഏത് വിഷയത്തിലാണ് ഞാൻ കള്ളനായത് എന്ന് പറയാനുള്ള ബാധ്യത M. സ്വരാജിനുള്ളതാണ്. പക്ഷേ ആ ബാധ്യത നിർവഹിക്കാൻ അയാൾ സന്നദ്ധമായിട്ടില്ല. എന്തും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ആ നിലയിലല്ല. ഞാനൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭാഗത്തിൻ്റെ തെളിവാണ് ഇത് ഹാജരാക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.